ഞാൻ അർപ്പിത റേച്ചൽ വർഗീസ്, കൺസൾട്ടന്റ് ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്, സെന്റ് തോമസ് ഹോസ്പിറ്റൽ, മാലക്കര. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് മുച്ചുണ്ട് അഥവാ മുറിച്ചുണ്ട്, ഏതൊക്കെ രീതിയിൽ ഇത് കാണപ്പെടാം, ഏത് കാരണത്താലാണ് ഇത് ഉണ്ടാവുന്നത്, കൂടാതെ അതിൽ വരുന്ന സംസാരത്തിൽ വരുന്ന പ്രോബ്ലംസ്, അതിനുള്ള പരിഹാരങ്ങളും മറ്റു ചില പ്രശ്നങ്ങളുമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് മുച്ചുണ്ട് അല്ലെങ്കിൽ മുറിച്ചുണ്ട്? ഇത് ജന്മന ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അതായത് കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരിക്കുന്ന 6 മുതൽ 10 ആഴ്ച വരെ മൂക്കിന്റെയും ചുണ്ടിന്റെയും അണ്ണാക്കിന്റെയും മസിൽസും ബോൺസും ടിഷ്യൂസും ഒക്കെ ഫോം ചെയ്യുന്ന ഒരു പീരീഡ് ആണ്. ആ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ നടക്കാത്തപ്പോഴാണ് ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ അതിന് ക്ലെഫ്റ്റ് എന്ന് പറയും, അത് രൂപീകരിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇത് കാണപ്പെടാമെന്ന് നോക്കാം. അതിന് 2 ടൈപ്സ് ഉണ്ട്. ഒരു ടൈപ്പ് യൂണിലാറ്ററൽ. യൂണിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു സൈഡിലായിട്ടായിരിക്കും, ഒരു വശത്തായിട്ടായിരിക്കും ആ വിടവ് വരുന്നത്. അത് ഒന്നെങ്കിൽ വലതുവശത്തായിരിക്കും അല്ലെങ്കിൽ ഇടതുവശത്തായിരിക്കും. പഠനങ്ങൾ അനുസരിച്ച് കൂടുതലും ഇടതുവശത്തായിട്ടാണ് അത് കാണപ്പെടുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബൈലാറ്ററൽ. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ പടത്തിൽ കാണുന്ന പോലെ 2 സൈഡിലും ഇതിന്റെ വിടവ് കാണാം. ഇനി ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് യൂണിലാറ്ററലില് 2 രീതിയുണ്ട്. അതായത് കംപ്ലീറ്റ് ക്ലെഫ്റ്റ് എന്നുണ്ട്, ഇൻകംപ്ലീറ്റ് ക്ലെഫ്റ്റ് ഉണ്ട്. കംപ്ലീറ്റ് ക്ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ മൂക്കിനോട് ചേർന്നിട്ടായിരിക്കും ഈ വിടവ് വരുന്നത്. ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ചുണ്ടിന്റെ മുകൾ വശത്തായിട്ടായിരിക്കും ഈ ഗ്യാപ്പ് വരുന്നത്. അടുത്തത് ഇത് വരാനുള്ള കാരണങ്ങൾ എന്താന്ന് നോക്കാം. ആദ്യമായിട്ട് ജനറ്റിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് നേരത്തെ കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി പുകവലി അല്ലെന്നുണ്ടെങ്കിൽ മദ്യപാനം ഇതിനൊരു കാരണമാണ്. മൂന്നാമത്തെ കാരണം സ്റ്റീറോയിഡ്സ് കഴിക്കുന്ന അമ്മമാരില് അല്ലെങ്കിൽ അപസ്മാരം ഉള്ള സ്ത്രീകളില് ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ, മുച്ചുണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ശരിയാക്കാൻ സാധിക്കും. കുഞ്ഞ് ജനിച്ച് 5 മാസത്തിന്റെ ഉള്ളിൽ ഒരു മാക്സിലോഫേഷ്യൽ സർജനെ കണ്ടോ വേണ്ടുന്ന സർജറി ചെയ്ത് തക്കതായ സമയത്ത് സർജറികൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് അത് വളരെയേറെ ഉപകാരപ്പെടും. ഇങ്ങനത്തെ സർവീസസും ഇങ്ങനത്തെ സർജറികളും മാലക്കര സെന്റ് തോമസ് ഹോസ്പിറ്റൽ മാക്സിലോഫേഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ മാത്യു PC-യുടെ അണ്ടറിൽ ചെയ്തു വരുന്നു. അടുത്തതായിട്ട് മുച്ചുണ്ട് കാരണം സംസാരത്തിൽ വരുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും നോക്കാം. നമ്മൾ സാധാരണ ഒരാൾക്കാരുമായിട്ട് മറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. നമ്മുടെ ശബ്ദങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ടായിരിക്കും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന സ്റ്റിമുലസുകൾ നമ്മൾ സംസാരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ഇങ്ങനെ പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങളുടെ അവരുടെ സ്ട്രക്ചറൽ പ്രോബ്ലം, അവർക്കൊരു വീക്ക്നെസ് ഉണ്ട്. അത് കാരണം അവർക്ക് ബ്രെയിനിൽ നിന്ന് വരുന്ന സ്റ്റിമുലസ് കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനോ വ്യക്തമായിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യാനോ അവർക്ക് ബുദ്ധിമുട്ടാണ്. അത് കാരണം അവർക്ക് സ്പീച്ച് സൗണ്ട് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചുണ്ടിന്റെ മസിൽസ് ഒക്കെ വീക്ക് ആയിരിക്കും. അവർക്ക് സ്പൂൺ ഉപയോഗിച്ചുകൊണ്ടോ സ്ട്രോ ഉപയോഗിച്ചുകൊണ്ടോ വെള്ളം എടുക്കാനോ സ്പൂണിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വായിലേക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാനോ ഉള്ള പ്രഷർ ബിൽഡപ്പ് ഒക്കെ അവർക്ക് കുറവായിരിക്കും. കൂടാതെ അവർക്ക് സക്ക് ചെയ്യാനോ വായിൽ കാറ്റ് നിറച്ച് വെക്കാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലിപ് ക്ലോഷർ കുറച്ച് വീക്ക് ആയിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അവരുടെ ഒരു വീക്ക്നെസ് കാരണം വായിൽ ഉമിനീര് ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വീക്ക്നെസ് ഉള്ള ഭാഗങ്ങളിൽ നിന്ന് ഉമിനീര് പുറത്തേക്ക് ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇങ്ങനെ ഏതെങ്കിലും പ്രോബ്ലം നിങ്ങളുടെ കുട്ടികളിൽ കാണുകയാണെങ്കിൽ ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിനെ കണ്ട് വേണ്ടുന്ന അസസ്മെന്റും അതിനുള്ള പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെന്റും
സ്വീകരിക്കേണ്ടതാണ്. മുച്ചുണ്ട് കാരണം മറ്റു ചില പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫീഡിംഗ് പ്രോബ്ലം. ഫീഡിംഗ് പ്രോബ്ലം കാരണം കുട്ടികൾക്ക് ന്യൂട്രീഷണൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമത്തേതായിട്ട് തുടർച്ചയായിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻസ് മൂലം കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ENT ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ഓഡിയോളജിസ്റ്റിനെ കണ്ട് കുട്ടിയുടെ കേൾവി പരിശോധിച്ച് കുട്ടിക്ക് കേൾവിക്കുറവുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ പ്രോബ്ലം, കുട്ടിക്ക് ഫേഷ്യൽ ആൻഡ് ഡെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ കുട്ടികളിലുണ്ടെങ്കിൽ ഒരു മാക്സിലോഫേഷ്യൽ സർജനെ കണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തക്ക സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. താങ്ക് യു.